മാന്യ പ്രേക്ഷകർക്ക് ആറ്റുകാൽ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. 2024 ഏപ്രിൽ മാസം 21 മുതൽ 27 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഈ വാരത്തിൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രം മേടരാശിക്കാരെ സംബന്ധിച്ചോളം ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ആശുപത്രിവാസവും അലച്ചിലും ഒക്കെ ഉണ്ടായിരുന്ന മേടരാശിക്കാരെ സംബന്ധിച്ചോളം ഇനി അങ്ങോട്ടുള്ള സമയം വളരെ അനുകൂലമായിട്ടുള്ള സമയം വരാൻ പോവുകയാണ്. ഈ വാരത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും വിഷമങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും അലച്ചിലൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ടെൻഷനും ഉണ്ടാകും. ജന്മവ്യാഴം നിൽക്കുന്ന സമയമാണ്. അധികം താമസിക്കാതെ തന്നെ വ്യാഴത്തിൻ്റെ മാറ്റം അനുഭവപ്പെടും. പൊതുവെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും ദാമ്പത്യ സുഖക്കുറവും ബന്ധുജന വിരോധങ്ങളും വിഷമങ്ങളും ഈ വാരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമെങ്കിലും അതിൽ നിന്നൊരു മോചനം അധികം താമസിക്കാതെ തന്നെ ഉണ്ടാകും. മാതൃഗുണം പ്രതീക്ഷിക്കാം. ദൃഢവാഹനാദി ഗുണം ഈ വാരത്തിലുണ്ടാകും. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാകും. മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ കുറച്ചൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായിട്ടും അധികം താമസിക്കാതെ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ഈ വാരത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക, കൃഷ്ണന് പാൽപ്പായസം കഴിപ്പിക്കുക, തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക, ബുധനാഴ്ച ദിവസമോ വ്യാഴാഴ്ച ദിവസമോ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ്. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം പൊതുവെ കണ്ടകശനി കാലമാണ്. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തൊഴിൽ തടസ്സങ്ങളും ശത്രുദോഷങ്ങളും ശാരീരിക ക്ലേശങ്ങളും മനസ്സമാധാനക്കുറവുകളും അലച്ചിലും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വ്യാഴത്തിൻ്റെ സ്ഥിതി മോശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും ശ്രദ്ധിക്കണം. ചെലവ് നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കടം വാങ്ങിക്കുന്നതും കടം കൊടുക്കുന്നതും വളരെയധികം സൂക്ഷിക്കണം. മാതൃഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. വീട് വയ്ക്കുന്നതിനും സ്ഥലം വാങ്ങിക്കുന്നതിനും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കടം വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ കടം വാങ്ങിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വീട് വയ്ക്കുന്നതിനോ സ്ഥലം വാങ്ങിക്കുന്നതിനോ അതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നത് വളരെ നന്നായിരിക്കും. മുതിർന്ന കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വിവാഹത്തിന് വേണ്ടിയിട്ട് പണം ചെലവഴിക്കാം. വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും വേണ്ടി ചിലവഴിക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ കടം കൂടുതൽ വാങ്ങിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശാരീരികമായിട്ടും മാനസികമായിട്ടും അല്പം ബുദ്ധിമുട്ടാണ്. പുതിയ വാഹനമൊക്കെ എടുക്കുന്നവർ സമയം നോക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അതുപോലെ വീട് പണി ചെയ്യുമ്പോഴത്തേക്ക് ചില ആൾക്കാർ വീട് വയ്ക്കുമ്പോൾ സമയം നോക്കാതെ വീട് വയ്ക്കുന്നവർ കാണും. വീട് വയ്ക്കുമ്പോൾ വാസ്തു നോക്കാത്തവർ ധാരാളം പേര് കാണും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാസ്തു നോക്കി, നല്ല മുഹൂർത്തം നോക്കി, നല്ലൊരു ജ്യോത്സ്യനെ കൊണ്ട് നോക്കി, മുഹൂർത്തം നോക്കി വളരെ കൃത്യമായിട്ട് വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ തടസ്സങ്ങളോ കാലതാമസം ഉണ്ടാകാതെയോ പണി പൂർത്തിയാക്കാൻ സാധ്യത കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. ചെറിയ തടസ്സങ്ങൾ വിഷമങ്ങൾ ഉണ്ടാകും. അതുപോലെ കോൺട്രാക്റ്റ് ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻകൂർ പണമായി ഏൽപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും. അതുപോലെ കടം വാങ്ങിക്കുന്നവർ തിരിച്ചു കൊടുക്കാതിരിക്കുന്ന അവസ്ഥ വരും. അപ്പോൾ അതുപോലെ എല്ലാ കാര്യങ്ങളിലും അല്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ശാരീരിക ക്ലേശങ്ങളും വീഴ്ചകളും അപകടങ്ങളും ധനനഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യത. വാഹനമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വാഹനത്തിന് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ പറ്റുക, അല്ലെങ്കിൽ കേടാവുക, അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. അല്പം ഒന്ന് മനസ്സമാധാനക്കുറവുകളും വിഷമങ്ങളുള്ള സമയമാണ്. ഈശ്വര ആരാധനയോട് മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക, ശനിപ്രീതി വരുത്തുക. ശാസ്താക്ഷേത്രത്തിൽ പോകുന്നതും ശബരിമല ക്ഷേത്ര ദർശനവും അല്ലെങ്കിൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോകുന്നതും ശിവക്ഷേത്ര ദർശനവും വളരെ നല്ലതാണ്. ശിവന് ധാര ഒഴിക്കുക, വില്ലുമാല ചാർത്തുക. ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും.
മിഥുനരാശി മകയിരത്തിന്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് പൊതുവെ ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആഗ്രഹ സാഫല്യവും മനസന്തോഷവും സൽകീർത്തിയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. വളരെ നാളുകളായി സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്കും സന്താന ലബ്ധിക്ക് സാധ്യതയുണ്ട്. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കാനും വാഹനം വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സിന് സന്തോഷവും സമാധാനം ലഭിക്കും. വ്യാഴം 11-ൽ സഞ്ചരിക്കുന്ന സമയമാണ്. പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പല വിധത്തിലുള്ള നേട്ടങ്ങളും ഐശ്വര്യവും നിറഞ്ഞൊരു വാരമായിരിക്കും ഈ വാരം. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ടെങ്കിൽ, പുതിയ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാനുണ്ടെങ്കിൽ നല്ല സമയം നോക്കി തുടങ്ങി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും ഈ സമയം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാ വിധത്തിലും ഭാഗ്യം നിറഞ്ഞൊരു വാരമായിരിക്കും ഈ വാരം. കർക്കിടക രാശി കർക്കിടക രാശിക്കാർക്ക് പൊതുവെ കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് സമയദോഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ട് തൊഴിൽ സ്തംഭനാവസ്ഥയാണ്. ജോലിയില്ലാതെ നിൽക്കേണ്ട സമയമാണ്. ജോലി നഷ്ടപ്പെടുന്ന സമയമാണ്. ഉന്നത ഉദ്യോഗസ്ഥർ, ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് പോലും തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ സൂക്ഷിക്കണം. പരാജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കും വളരെ ശ്രദ്ധിക്കണം. കാരണം ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും അപകീർത്തികരമായിട്ടുള്ള പ്രവചനങ്ങളോ അല്ലെങ്കിൽ പ്രസ്താവനകളോ നടത്തുമ്പോൾ ഉള്ള സീറ്റ് കൂടെ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പല വിധത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധികളും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പല മാനസികമായിട്ടുള്ള ടെൻഷനും ധനനഷ്ടവും തൊഴിൽ തടസ്സവും മേലധികാരികളുടെ അപ്രീതികളും സ്ഥലം മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുക. ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകാൻ തടസ്സങ്ങൾ ഉണ്ടാവാം, കാലതാമസങ്ങൾ ഉണ്ടാവും. കാരണം ഇപ്പോൾ ഒരു ജോലിയിൽ ഇരിക്കുകയാണെങ്കിൽ പുതിയൊരു ജോലി വാഗ്ദാനം ചെയ്തിട്ട് പലരും മുമ്പോട്ട് പോകുന്നവർ ധാരാളം പേര് കാണും. അങ്ങനെയുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കുക. കാരണം നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ഉള്ള ജോലി കളയാൻ പാടുള്ളൂ. ജോലി കളഞ്ഞാൽ പുതിയ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, പണം കൊടുക്കുന്നവർക്കൊക്കെ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും മാനസികമായിട്ടുള്ള ടെൻഷനും തൊഴിൽ തടസ്സവും ദാമ്പത്യ സുഖക്കുറവും ബന്ധുജന വിരോധവും കാര്യക്ലേശങ്ങളും ശത്രുദോഷങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ട് വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. തൊഴിൽ തടസ്സം മാറാൻ വിഷ്ണുപ്രീതി വരുത്തുക, കൃഷ്ണന്റെ അമ്പലത്തിൽ പോവുക, തുളസി പൂ കൊണ്ട് അർച്ചന നടത്തുക, ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ പലരും വിചാരിക്കും ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ട് വലിയ വലിയ പൂജകളൊക്കെ ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി മോശമായിട്ടുള്ള പലരും കാണും. അങ്ങനെ ഈശ്വരൻ അങ്ങനെ കൂടുതൽ നമ്മൾ ഒരുപാട് കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ കണ്ട് കഴിയുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ചിലപ്പോൾ നാട്ടുപ്രദേശത്തൊക്കെ ആണെങ്കിൽ തുളസിപ്പൂ ധാരാളമുള്ള വീടുകൾ തന്നെ ധാരാളം കാണും. ഒന്നുമില്ലെങ്കിലും ഒരു പിടി തുളസി ഇല ഒരു ഇലയിൽ പൊതിഞ്ഞ് ശുദ്ധമായിട്ട് സൂക്ഷിച്ച് അതുകൊണ്ട് ഭഗവാനെ സമർപ്പിച്ചാൽ പോലും ഭഗവാൻ തൃപ്തിയാവും. അതുപോലെ പാൽപ്പായസം കഴിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. ബുധനാഴ്ച ദിവസമോ വ്യാഴാഴ്ച ദിവസമോ ക്ഷേത്ര ദർശനം വളരെ നല്ലതാണ്. ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ മാറി കർക്കിടക രാശിക്കാർക്ക് അല്പം ഒരു മോചനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിങ്ങരാശി മകം പൂരം ഉത്തര നക്ഷത്രത്തിന്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഇപ്പൊ കണ്ടകശനിയാണ്. 2023 ജനുവരി മുതൽ കണ്ടകശനി ആരംഭിച്ചു. 2025 മാർച്ച് വരെ കണ്ടകശനിയാണ്. ഈ സമയത്ത് അപകീർത്തിയും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും മനസ്സമാധാനക്കുറവുകളും ദാമ്പത്യ സുഖക്കുറവും എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. എങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെ അനുകൂലമായതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഇപ്പോൾ സാധിക്കും. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടും. ദാമ്പത്യപരമായിട്ടുള്ള ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ സ്വരച്ചേർച്ചക്കുറവോ പ്രയാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറിക്കിട്ടും. ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒരു ശമനം ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും ഒരു സ്വസ്ഥമായിട്ടുള്ള സമാധാനമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. ജാതകപ്രകാരം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ദശാപകാരങ്ങളൊക്കെയാണ് നടക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും നല്ലൊരു ചേഞ്ച് പ്രതീക്ഷിക്കാം.
കണ്ടകശനി ആയതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും തടസ്സങ്ങൾ വരാം, അപകീർത്തി ഉണ്ടാവാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവർ അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ, മറ്റുള്ളവർ മുഖേന നമുക്ക് അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം മാങ്ങ ഉള്ള മാവിൽ മാത്രമേ ആൾക്കാർ എറിയുള്ളൂ. അപ്പോൾ പ്രശസ്തിയുള്ളവരെ കൂടുതലായിട്ട് തകർക്കാൻ പലരും ശ്രമിക്കും. അപ്പോൾ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. കാരണം ചെറിയൊരു പോറൽ പോലും അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മറ്റെന്തെങ്കിലും കലാപരമായിട്ട് മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ കരുതലോടുകൂടി മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. ഏതായാലും ഈ വാരത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. എങ്കിലും ഈശ്വരാധീനമുള്ളതുകൊണ്ട് വ്യാഴം അനുകൂല സ്ഥിതിയിലായതുകൊണ്ട് വളരെ നല്ല സമയമായിട്ട് തന്നെ കണക്കുകൂട്ടാം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെല്ലാം ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിൽ തന്നെയും പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. കന്നിരാശി. ഉത്രത്തിന്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിക കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് വളരെ നാളുകളായിട്ട് വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ നന്നായിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പുതിയ കോഴ്സുകളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം ഉണ്ടാകും. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഒന്ന് മാറിക്കിട്ടും. ആരോഗ്യനില അത്ര നന്നായിരിക്കില്ല. പല വിധത്തിലുള്ള ക്ലേശങ്ങളും മനസമാധാനക്കുറവുകളും ബന്ധുജന വിരോധവും സാമ്പത്തിക വിഷമങ്ങളും ശാരീരിക ക്ലേശങ്ങളും ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അഷ്ടമത്തിലെ സ്ഥിതി, വ്യാഴത്തിൻ്റെ സ്ഥിതി അത്ര നല്ലതല്ല. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടാൻ ഇടവരും. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം ആലോചിച്ച് വിഷമിക്കാതെ പ്രവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജ്യോതിഷത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ വഴികാട്ടിയാണ് ജ്യോതിഷം. അല്ലാതെ പ്രത്യേകിച്ച് ഈ ദോഷങ്ങൾ, സമയദോഷങ്ങൾ ഇതെല്ലാം വരണ സമയത്ത് നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. ഉദാഹരണം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നല്ല സമയം നോക്കുക, നല്ല മുഹൂർത്തം നോക്കി തുടങ്ങുക, കൂടാതെ നല്ല സ്ഥാനം നോക്കി തുടങ്ങുക. എന്ത് ബിസിനസ്സാണോ ചെയ്യാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ എല്ലാ കാര്യങ്ങളിലും അല്പം ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പല കാര്യങ്ങളിലും അറിഞ്ഞുകൂടാതെ ചെയ്യുന്നവർ ധാരാളം പേരുണ്ട്. കാരണം ഇപ്പോൾ ഒട്ടും അറിഞ്ഞുകൂടാത്ത ഒരു ജോലി അറിഞ്ഞുകൂടാത്ത ഒരു സ്വർണ്ണപ്പണി ചെയ്യും പോലെ ആയിപ്പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും വിധത്തിൽ നമുക്ക് അറിയാവുന്ന തൊഴിൽ മാത്രമേ ചെയ്യാവൂ. എല്ലാ കാര്യങ്ങളും തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവെ ഈശ്വരാധീനം അല്പം ഒരു മങ്ങിയ സമയമാണ്. എല്ലാ തടസ്സങ്ങളും ഉള്ള സമയമാണ്. സർവം വികായ ചിന്ത്യം ഭാഗ്യർഷം പ്രാണീന വിശേഷണം. എന്തെങ്കിലും ഉണ്ടെങ്കിലും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യം ഉണ്ടെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ വിധത്തിലും നേട്ടം ഉണ്ടാവുള്ളൂ. നമ്മൾ എത്ര കഠിനമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാലും നേട്ടം ഉണ്ടാവും. കാരണം ഈ സമയത്ത് തന്നെ ജ്യോതിഷത്തിൽ പലരും വിശ്വസിക്കാത്തവർ ധാരാളം പേരുണ്ട്. കഠിനമായിട്ട് പരിശ്രമിച്ചിട്ടും എവിടെയും എത്താത്തവരും ധാരാളം പേരുണ്ട്. അതെല്ലാം അവരവരുടെ ഭാഗ്യങ്ങളും അവരവരുടെ സമയവും അവരുടെ ജാതകത്തിൻ്റെ തലയിലെഴുത്തുമാണ്. അപ്പോൾ കഠിനമായിട്ട് നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ചില തടസ്സങ്ങൾ വരുന്നതിൻ്റെ കാരണം ഈ ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ്. ഏതായാലും കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം അഷ്ടമത്തിൽ വ്യാഴന്റെ സ്ഥിതി അത്ര അനുകൂലമായിട്ടുള്ള അല്ല. പല വിധത്തിലുള്ള ക്ലേശങ്ങളും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം അതിജീവിക്കാൻ സാധിക്കും. തുലാരാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിന്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാരാശിക്ക് പൊതുവെ ഈ വാരം നന്നായിരിക്കും. ഭാഗ്യപുഷ്ടിയും മനസ്സന്തോഷവും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകളും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. വിവാഹ മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. പല നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ വാരത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും. വിശേഷ വസ്ത്രാഭരണാദി ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാകും. മനസ്സിന് സന്തോഷം ലഭിക്കും. ഗൃഹവാഹനാദി ഗുണം ഈ വാരത്തിലുണ്ടാകും. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. പിതൃഗുണവും പിതൃസമ്പത്തും ലഭിക്കാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകും.
പൊതുവെ ഈ വാരം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യതയുള്ള ഒരു വാരമാണ്, നല്ല വാരമാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടി പരിശ്രമിക്കുക. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കും. വൃശ്ചിക രാശി വിശാഖത്തിന്റെ അവസാനത്തെ 15 നാഴികയും അനീഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം ഈ വാരം ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. അലച്ചിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും ശത്രുദോഷങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാ വിധത്തിലും ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ടാവും, മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും, ശത്രുക്കളെ ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥകളുണ്ടാവും, ആരോഗ്യസ്ഥിതി മോശമായിരിക്കും, മനസ്സമാധാനം നഷ്ടപ്പെടും, ദാമ്പത്യപരമായിട്ടുള്ള ചെറിയ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളുണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി ഗുണം ഈ വാരത്തിൽ ഉണ്ടാകും. എങ്കിലും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും ചെറിയ പ്രയാസങ്ങളും മനോവിഷമങ്ങളും അനുഭവപ്പെടുന്നൊരു വാരമാണ്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക, വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക, തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് അത് യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ മൊബൈൽ വഴിയൊക്കെ കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. വളരെ എന്തെങ്കിലും വിധത്തിൽ തടസ്സങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറി മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കാൻ ഇടവരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. പല വിധത്തിലുള്ള ക്ലേശങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും തടസ്സങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഷഷ്ടമാബലി ബന്ധനം, മഹാബലിക്ക് രാജ്യം നഷ്ടപ്പെട്ട സമയമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ട് തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പല രാഷ്ട്രീയ നേതാക്കളും ബന്ധനത്തിലാവുന്ന അവസ്ഥ പോലും ഈ രാശിക്കാർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. വാക്കുകളെല്ലാം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. പ്രത്യേകിച്ച് കലാപരമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും മറ്റുള്ളവരുടെ അപ്രീതി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരം വിഷ്ണുപ്രീതി വരുത്തുന്നത് നന്നായിരിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ വാരം ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും മനസ്സന്തോഷവും പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിൽ ഉണ്ടാകും. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം വളരെ നന്നായിരിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കും. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ വാരത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യത കാണുന്നുണ്ട്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കും. സ്വന്തമായിട്ട് വീട് വയ്ക്കുക, വാഹനം വാങ്ങിക്കുക, മറ്റുള്ള അതുപോലുള്ള പുതിയ പുതിയ പ്രവർത്തനങ്ങൾക്കെല്ലാം വളരെ നല്ലതായിരിക്കും. ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ലതായിരിക്കും. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യത ഉണ്ടാവും. പൊതുവെ ഈ വാരം ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല സമയമാണ്. മകരരാശി ഉത്രാടത്തിന്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 30 നാഴികയോട് ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. സംസാരത്തിലൂടെ ശത്രുത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധിക്കണം. ധനനഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ധനനഷ്ടത്തിനുള്ള സാധ്യത കൂടുതലാണ്. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. ഗൃഹവാഹനാദി സൗഖ്യം പ്രതീക്ഷിക്കാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. മാതൃപിതൃഗുണം പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി സൗഖ്യം ഈ വാരത്തിലുണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. കുംഭരാശി അവിട്ടത്തിന്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. ദാമ്പത്യ കലഹവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും അലച്ചിലും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക രംഗം വളരെ മോശമായിരിക്കും. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. മുൻകോപം പിടിവാശിയും കഴിയുന്നതും കുറയ്ക്കണം. അപകീർത്തിക്ക് സാധ്യത ഉണ്ടാവും. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സാമ്പത്തികമായിട്ട് വാരത്തിന്റെ അവസാനം കുറച്ച് മെച്ചമായിരിക്കും.
ഏതെങ്കിലും വിധത്തിൽ ദാമ്പത്യപരമായിട്ട് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ ഒരാളെങ്കിലും മൗനവ്രതം എടുക്കുന്നത് വളരെ നന്നായിരിക്കും. കടുത്ത മുൻകോപമൊക്കെ വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ തൽക്കാലം മാറി നിൽക്കുക, ഏതെങ്കിലും വിധത്തിൽ വല്ല പാട്ടുകളോ കേൾക്കുക, അല്ലെങ്കിൽ പിന്നെ ടി വി ഇടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ലതാണ്. കാരണം ഏതെങ്കിലും വിധത്തിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ അല്ലെങ്കിൽ ദാമ്പത്യ കലഹങ്ങൾ വരുന്ന സമയത്ത് രണ്ടുപേരും ഒരുപോലെ ഫയർ ചെയ്യാൻ, പ്രത്യേകിച്ച് അടിപിടി കൂടാൻ നിൽക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും ഒരാളെങ്കിലും മൗനവ്രതം അല്ലെങ്കിൽ ക്ഷമിക്കുന്നത് വളരെ നല്ലതാണ്. കലാപരമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് മോശമായിരിക്കും. ചിലപ്പോൾ ജോലി ചെയ്താൽ പോലും നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം സ്വന്തമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ധനനഷ്ടത്തിനുള്ള സാധ്യത പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അല്പം ഒരു കരുതലോടുകൂടി മുമ്പോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. കഴിഞ്ഞ ഏകദേശം ഒരു വർഷക്കാലമായിട്ട് കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം വളരെ മോശപ്പെട്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ അധികം താമസിക്കാതെ തന്നെ അതിന് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. എങ്കിലും അല്പം ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരോ ചോറ്റാനിക്കരയോ തിരുമാന്താംകുന്നോ അങ്ങനെയുള്ള ഭഗവതി ക്ഷേത്രങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും, പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം കിടാവിളക്കിൽ നല്ലെണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുക, കുങ്കുമാഭിഷേകമൊക്കെ നടത്തുക, അതൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ദോഷങ്ങൾ മാറി ഐശ്വര്യം ഉണ്ടാവും. മീനൻ രാശി. പൂരിട്ടായുടെ അവസാനത്തെ 15 കാഴിയും ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് പൊതുവെ ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും മനസമാധാനവും സന്തോഷവും ഭാഗ്യപുഷ്ടിയും അനുഭവപ്പെടും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരും. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ദാമ്പത്യപരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറിക്കിട്ടും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. സ്വന്തമായിട്ട് വീട് വയ്ക്കാനും വാഹനം വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. തൊഴിൽപരമായിട്ട് നന്നായിരിക്കും, നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. ഏഴരശനി കാലമാണെങ്കിലും അതൊന്നും വകവയ്ക്കാതിരിക്കുക. പ്രത്യേകിച്ച് അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും അല്പം ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. എങ്കിലും എല്ലാ വിധത്തിലും നേട്ടങ്ങളുള്ള വാരമായിട്ട് തന്നെ കണക്കൂട്ടാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കും. കാലുവേദന, വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, കുറച്ച് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് വളരെ ശ്രദ്ധിക്കുക. അതെല്ലാം മാറിക്കിട്ടാൻ, താൽക്കാലികമായിട്ടെങ്കിലും മാറിക്കിട്ടാൻ സഹായിക്കും. ആറ്റുകാൽ ജ്യോതിഷം ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച വാരഫലമായി വീണ്ടും കാണാം. ആറ്റുകാൽ ജ്യോതിഷം പരിപാടിയിൽ നിങ്ങളുടെ കത്തുകൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കത്തുകൾക്ക് മറുപടി ലഭിക്കുവാൻ ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, തിരുവനന്തപുരം 9 എന്ന വിലാസത്തിൽ രജിസ്റ്റേർഡ് ലെറ്റർ അയയ്ക്കുക.